റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൈന റജുലുൻ ബിഫലാത്തിൻ മിനൽ അർദ്. ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു വ്യക്തി, ഫലാത്ത് എന്ന് പറഞ്ഞാൽ വെള്ളമോ വൃക്ഷമോ ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ പ്രദേശത്തിനാണ് ഫലാത്ത് എന്ന് പറയാം, മരുഭൂമി. അതിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഇത് ഈ വ്യക്തി ആരാണ്, ഇതെപ്പോഴാണ് സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത് എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, വിഷയമുള്ള കാര്യമല്ല. ഇത് നടന്ന സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനാൽ ഇവിടെ ഈ കഥയിൽ നിന്നുള്ള പാഠമാണ് ഇത് ആര് എന്നുള്ളതോ എവിടെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് അതല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇതിൽ നിന്നുള്ള പാഠം. ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൽ പഠിപ്പിക്കപ്പെടുന്ന വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസമിഅ സൗതൻ ഫി സഹാബ. ഈ വ്യക്തി മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. കാർമേഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം ഇദ്ദേഹം കേൾക്കുന്നു. എന്താണ് ശബ്ദം? ഇസ്ഖി ഹദീഖത ഫുലാൻ. ഇന്ന ഒരു വ്യക്തി അയാളുടെ തോട്ടം നനക്കണം. ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് അയാളുടെ തോട്ടം നനക്കണം എന്നാണ് ആ കാർമേഘത്തിനിടയിലുള്ള ശബ്ദത്തിലുള്ളത്. ഇത് മലക്ക് വിളിച്ചു പറയുന്ന ശബ്ദമാണ്. ഈ ശബ്ദം സത്യസന്ധമാണോ, അയാൾക്ക് തോന്നിയതാണോ, ഇതിന് പിന്നിൽ വല്ല കാര്യവുമുണ്ടോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ശേഷം ബോധ്യപ്പെടുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഇസ്ഖി ഹദീഖത ഫുലാൻ. ഒരു വ്യക്തിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അയാളുടെ തോട്ടം നനക്കണം എന്നാണ് കാർമേഘത്തിനോടുള്ള കൽപ്പന. ഫതനഹ ദാലിക സഹാബ്. അങ്ങനെ ആ മേഘം ഈ വ്യക്തിയുടെ തോട്ടത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങിപ്പോവുകയാണ്. എന്നിട്ട് അതിന്റെ അടുത്ത ഒരു പ്രദേശത്ത് വെച്ച് ഫഅഫ്റഗ മാഅഹു ഫി ഹറ. ആ മേഘം ഒരു മഴയായി കറുത്ത കല്ലുകളുള്ള ഒരു പ്രദേശത്ത് വെള്ളം ചൊരിയുകയാണ്. മഴ പെയ്തു. ഹറച്ച് എന്ന് പറഞ്ഞാൽ കല്ലുള്ള, കറുത്ത കല്ലുള്ള പ്രദേശത്തിനാണ് പറയാം. ഫഇദാ ഷർജത്തുൻ മിൻ തിൽക ശിറാജ്. അവിടെ ആ മഴ പെയ്ത ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഷർജത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാല് പോലെയുള്ള, തോട് പോലെയുള്ള ഒന്നിനാണ് പറയാം. അവിടെയുള്ള ആ പെയ്ത മഴയിലുള്ള വെള്ളമെല്ലാം ഈ പറഞ്ഞ നസീലുൽമ, വെള്ളം ഒഴുകിപ്പോകാനുള്ള ആ ചാല് അല്ലെങ്കിൽ ആ തോട്, അത് ആ വെള്ളമെല്ലാം സ്വീകരിച്ചു. ആ പെയ്ത മഴയിലുള്ള വെള്ളമെല്ലാം ആ കുഴി അല്ലെങ്കിൽ ആ ചാല് അത് സ്വീകരിക്കുകയും അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒഴുകി പോവുകയും ചെയ്തു. ഈ വ്യക്തി, ശബ്ദം കേട്ട വ്യക്തി, ആ വെള്ളം ഒഴുകി പോകുന്നതിന്റെ പിന്നാലെ എവിടേക്കാണ് ആ വെള്ളം നീങ്ങിപ്പോകുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോയി. അങ്ങനെ അങ്ങനെ അയാൾ എത്തിച്ചേർന്നത് ഒരു മനുഷ്യന്റെ അടുത്താണ്. അയാളുടെ തോട്ടത്തിൽ ഈ വരുന്ന വെള്ളം യുഹവ്വിലുൽ മാഅ ബിമിസ്ഹാതിഹി, അദ്ദേഹത്തിന്റെ കൈക്കോട്ട് ഉപയോഗിച്ച് ആ തോടിലൂടെ വരുന്ന അല്ലെങ്കിൽ ആ ചാലിലൂടെ വരുന്ന വെള്ളം അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് മാറ്റുകയാണ്. ഇതാണ് ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒഴുകി വരുന്ന വെള്ളം അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് തിരിച്ചുവിടുന്നു. ഫഖാല ലഹു. അങ്ങനെ ഈ ശബ്ദം കേട്ട വ്യക്തി ഈ തോട്ടത്തിൽ നിൽക്കുന്ന അയാളോട് ചോദിച്ചു, യാ അബ്ദല്ലാഹ് മസ്മുക്, അള്ളാഹുവിന്റെ അടിമ എന്ന് വിളിച്ചുകൊണ്ട്, നിങ്ങളുടെ പേരെന്താണ്? അപ്പോ ആ വ്യക്തി പറഞ്ഞു, ഫുലാൻ, ഇന്നതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു. ആ പേര് അവിടെ എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല, പേര് പറഞ്ഞു കൊടുത്തു. ആ പേരാകട്ടെ ലിലിസ്മില്ലദീ സമിഅ ഫിസ് സഹാബ, ആ മേഘത്തിനിടയിൽ ഉണ്ടായ ശബ്ദത്തിൽ എടുത്തു പറഞ്ഞ ആ പേര് തന്നെയാണ് ഈ വ്യക്തിയുടെ പേര്. അയാൾക്ക് ബോധ്യപ്പെട്ടു, ഈ വ്യക്തിയുടെ പേര് തന്നെയാണ് അയാൾ അവിടെ കേട്ട ശബ്ദത്തിൽ ഉണ്ടായിരുന്ന പേര്. ഫഖാല ലഹു, ആ സമയത്ത്
ഈ കർഷകനായ, അല്ലെങ്കിൽ അവിടെ തന്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ആ വ്യക്തി ഈ ചോദിച്ച വ്യക്തിയോട് ചോദിക്കുകയാണ്, യാ അബ്ദുല്ലാ ലിമ തസ്അലൂനി അനിസ്മി, എന്തിനാണ് നിങ്ങൾ എൻ്റെ പേര് ചോദിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഫഖാൽ, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി സമിഅ്തു സൗതൻ ഫിസ് സഹാബ്, ഞാൻ മേഘത്തിനിടയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അല്ലദീ മാ യഖ്റുജു മിൻഹ, ആ മേഘത്തിൽ നിന്ന് ഉണ്ടായ വെള്ളമാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ കേട്ട ശബ്ദം ഇതാണ്, യഖൂൽ ഇസ്ഖി ഹദീഖത ഫുലാൻ ലിസ്മിക്, നിന്റെ പേര് പറഞ്ഞുകൊണ്ട്, താങ്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ തോട്ടം, അയാളുടെ തോട്ടം നനക്കണം, അവിടേക്ക് വെള്ളം എത്തിക്കണം, അവിടെ മഴ പെയ്യണം എന്ന കാര്യമാണ് ഞാൻ കേട്ടത്. ഫമാ തസ്നഉ ഫീഹാ, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ താങ്കളുടെ പേര് ഒരു മലക്ക് പറയുന്നു? മലക്കു സഹാബ്, കാർമേഘത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ മലക്കിന് അള്ളാഹു നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ മലക്ക് പറഞ്ഞതാണല്ലോ, ഇന്ന വ്യക്തിയുടെ തോട്ടത്തിൽ തോട്ടം നനക്കണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ താങ്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ ആകാശലോകത്തു നിന്നുള്ള വിളിയാളം ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖാൽ, ആ മനുഷ്യൻ, കർഷകനായ ആ വ്യക്തി പറയുകയാണ്, അമ്മാ ഇദ് ഖുൽത ഹാദാ, താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചതുകൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫഇന്നി അൻദുറു ഇലാ മാ യഖ്റുജു മിൻഹ, ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ തോട്ടത്തിൽ നിന്ന് എന്തെല്ലാമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഈ തോട്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങൾ, അത് ഞാൻ കൃത്യമായി നിരീക്ഷിക്കുകയും അത് ഞാൻ കണക്കാക്കുകയും എന്നിട്ട് ഫഅതസദ്ദഖു ബിസുലുസി, അതിന്റെ 1/3 അതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് 1/3 ഞാൻ സദഖ കൊടുക്കും, 3 ഭാഗമാക്കും, അതിൽ 1/3 ഞാൻ സദഖ കൊടുക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുക്കും. വേറെ ചില റിവായത്തിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, അജ്അലു സുലുസഹു ഫിൽ മസാകീൻ വസ്സായിലീൻ വബിനിസ് സബീൽ, 1/3 ഞാൻ കൊടുക്കുക സാധുക്കൾക്കാണ്, ചോദിച്ചു വരുന്ന ആളുകൾക്കാണ്, വഴിയാത്രക്കാർക്കാണ് എന്ന് പറഞ്ഞാൽ സദഖ കൊടുക്കുന്നത് ഈ രൂപത്തിലാണ്. സാധുക്കളായിട്ടുള്ള ആളുകൾ, ചോദിച്ചു വരുന്ന ആളുകൾ, വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ, അവർക്കാണ് അദ്ദേഹം സദഖയായി 1/3 കൊടുക്കാറുള്ളത്. ഞാനും എൻ്റെ കുടുംബവും 1/3 കഴിക്കും, 1/3 സദഖയായി കൊടുക്കും, 1/3 എൻ്റെ കുടുംബത്തിന്, എനിക്കും എൻ്റെ കുടുംബത്തിനും. ബാക്കി 1/3 വീണ്ടും ഈ കൃഷിയിലേക്ക് തന്നെ ഇറക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് എന്ന ആ വ്യക്തി ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ സമ്പത്തിനെ 3 ഭാഗമാക്കി അതിലൊരു ഭാഗം സദഖ കൊടുക്കുന്നു, അടുത്ത 1/3 അയാൾ അദ്ദേഹത്തിനും അയാളുടെ കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കുന്നു, 1/3 അദ്ദേഹം വീണ്ടും കൃഷിയിലേക്ക് തന്നെ ഇറക്കുന്നു. ഇതാണ് അയാൾ ചെയ്യാറുള്ള കാര്യം എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ കഥയിലുള്ളത്. ഇതിലൊരുപാട് പാഠങ്ങളുണ്ട് ഈ കഥയിൽ. നമ്മൾ ചിന്തിച്ചു നോക്ക്, അദ്ദേഹത്തിന് ലഭിക്കുന്ന സമ്പത്തിനെ എങ്ങനെയാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മൾക്കും അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ ലഭിക്കുന്ന സമ്പത്തിനെ കൃത്യമായി വീതിച്ച് അള്ളാഹ്ക്ക് വേണ്ടി സദഖ കൊടുക്കാൻ ഒരു ഭാഗം, കുടുംബത്തിന് സദഖ കൊടുക്കാനുള്ള അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള ഒരു ഭാഗം, വീണ്ടും അയാൾക്ക് സദഖ കൊടുക്കാൻ അയാൾക്ക് കാരണമായിട്ടുള്ള അയാളുടെ ആ ജോലിയിൽ, കൃഷിയിൽ അതിലേക്ക് തിരിച്ച് ഒരു ഭാഗം, ഇങ്ങനെ കൃത്യമായ രൂപത്തിലാണ് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു ഏറെ തൃപ്തിപ്പെടുന്ന ഒരു കർമ്മം അഥവാ സദഖയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിട്ടുള്ളത്. ആ കർമ്മം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു തആല
അയാൾ അനുഗ്രഹിക്കുകയാണ്, അയാൾക്ക് ബറക്കത്ത് ചെയ്യുകയാണ്. ഈ രൂപത്തിൽ അല്ലാഹു തആല അയാൾ ആദരിക്കുകയാണ്. ഈ കഥയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം സദഖയുടെ ശ്രേഷ്ഠതയാണ്. സദഖയ്ക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ഒരുപാട് അനവധി ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള മഹത്തരമായ ഇബാദത്താണ് സദഖ എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്. അതിന് കിട്ടുന്ന ഒരു നേട്ടം ഇതിൽ പറയുന്നുണ്ട്. എന്താണ്? അല്ലാഹു തആല അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ അയാളുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. അയാൾ അല്ലാഹു തആല ഈ രൂപത്തിലൊക്കെ ആദരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട പാഠം. നമുക്ക് ഇദ്ദേഹം സദഖ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ പകുതിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും യഥാർത്ഥത്തിൽ സദഖയാണ്. രണ്ട് രൂപത്തിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് 1/3 അദ്ദേഹം സദഖയായി കൊടുക്കുന്നത്. ബാക്കി 1/3 ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വന്തത്തിനും കുടുംബക്കാർക്കും വേണ്ടിയിട്ടാണ്. ബാക്കി 1/3 എന്താണ്? അദ്ദേഹത്തിന്റെ കൃഷിയിലേക്ക് തന്നെ ഇറക്കും. അത് അയാളുടെ എന്താണ്? മൂലധനമാണ്, റഅസുൽ മാലാണ്. അത് അയാളുടെ റഅസുൽ മാലാണ്. പക്ഷെ ശരിക്കും അയാളുടെ ലാഭം എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ 2/3 അതിന്റെ പകുതി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 2/3 എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം എന്താണ്? അയാൾ സദഖ കൊടുക്കുന്നു. അപ്പൊ ശരിക്കും അയാളുടെ സമ്പത്തിന്റെ പകുതി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂലധനം മാറ്റിവെച്ചാൽ സമ്പത്തിന്റെ പകുതി കൊടുക്കുന്നുണ്ട്. ഇനി അദ്ദേഹം ഈ പകുതി, അടുത്ത പകുതി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടിയാണ് ചെലവഴിക്കുക. അതും എന്താണ്? ശരിക്കും സദഖയാണ്, അല്ലെ? കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുക. ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ള എന്താണ്? സദഖയാണ്. സ്വന്തത്തിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ള എന്താണ്? സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷേ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുമ്പോഴും സ്വന്തത്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോഴും അത് സദഖയുടെ പുണ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യണം. കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളും കാഫിറുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ അത് സദഖയാണ്. നമ്മൾ പറയാം, നേരത്തെ കേട്ടതായിരിക്കും. അതേപോലെ സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നതും സദഖയാണ്. അത് നമ്മുടെ ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തി നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഇപ്പൊ ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്താണ്? എനിക്ക് ആരോഗ്യം ഉണ്ടാകണം, എന്നിട്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന നിയ്യത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നതുമെങ്കിൽ അത് സദഖയാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ ഇദ്ദേഹം എന്താണ്? സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അടുത്ത ഒരു ഫായിദ, അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ മേഘങ്ങളെ നിയന്ത്രിക്കാൻ അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠമാണ്. മലക്കുകൾ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ആലമുൽ ഗൈബി, നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ലോകത്തുള്ള അള്ളാഹുവിന്റെ പ്രത്യേകം സൃഷ്ടികളാണ്. അതേപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു പാഠമാണ് الرجل قد يكون وليا من أولياء الله الصالحين وإن كان فلاحا أو نجارا أو بناء. ആളുകൾ അള്ളാഹുവിന്റെ വലിയകളാകാൻ അയാളുടെ ജോലിയോ കൂലിയോ അല്ലെങ്കിൽ അയാളുടെ നാട്ടിലുള്ള സ്ഥാനമൊന്നുമല്ല അള്ളാഹു പരിഗണിക്കുന്നത്. അയാൾ ചിലപ്പോൾ കർഷകനായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ വലിയായിരിക്കും. ചിലപ്പോൾ കൽപ്പണിക്കാരനായിരിക്കും, ചിലപ്പോൾ ആശാരിയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളായിരിക്കും. അവർക്കൊക്കെ അള്ളാഹുവിന്റെ വലി എന്ന പദവിയിലെത്താൻ യാതൊരു തടസ്സമില്ല. അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന്റെ വലി ആരാണ് എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിശേഷണം ഒരാൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വലിയാണ്. അയാൾ ഏത് പണിക്കാരനാണെങ്കിലും. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
അള്ളാഹുവിന്റെ വലിയകൾക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാർക്ക് ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതുമില്ല എന്ന് പറഞ്ഞതിനു ശേഷം ആരാണ് അള്ളാഹുവിന്റെ വലിയകൾ എന്ന് സൂറത്ത് യൂനുസിൽ അള്ളാഹു പറയുന്നുണ്ട്. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങളാണ്. ഒന്ന് അല്ലദീന ആമനു, അവർ ഈമാനുള്ള ആളുകളാണ്. അവർ ഈമാനുള്ള ആളുകളാണ്. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയുള്ളവരാണ്. ഒരാൾ മുഅ്മിനാണോ മുത്തഖിയാണോ അയാൾ അള്ളാഹുവിന്റെ വലിയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ കാന മുഅ്മിനൻ തഖിയ്യൻ കാന ലില്ലാഹി വലിയ. ഒരാൾ മുഅ്മിനാണോ തഖിയാണോ, അയാളുടെ ഈമാൻ ശരിയാണോ, അയാൾ മുത്തഖിയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടോ, കാന ലില്ലാഹി വലിയ, അള്ളാഹുവിന്റെ വലിയായിരിക്കും. അപ്പൊ ശരിയായ ഈമാൻ, ശിർക്ക് കലരാത്ത, സഹാബത്ത് വിശ്വസിച്ച വിശ്വാസം ഒരാൾ വിശ്വസിക്കുന്നുണ്ടോ, ശിർക്ക് കലരാൻ പാടില്ല. ശിർക്ക് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും വലിയാകില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഈമാൻ ഉണ്ടായാൽ പോരാ, അതിൽ ശിർക്ക് കലരാൻ പാടില്ല. ശിർക്കില്ലാത്ത ഉറച്ച വിശ്വാസം, ശരിയായ വിശ്വാസം, സഹാബത്ത് എങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ വിശ്വസിക്കുന്ന വിശ്വാസം ഒരാൾക്കുണ്ടോ, അതുപോലെ തഖ്വ. തഖ്വ നമ്മൾ ധാരാളം കേട്ടതാണ്. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. തഖ്വയുടെ ഏറ്റവും ജാമിഅ ഒരു നിർവചനമായി അദ്ദേഹം പറഞ്ഞത് ഇത്തിഖാദു വിഖായത്തി മിൻ അദാബില്ലാഹ് ബിംതിസാലി അവാമിരിഹി വജ്തിനാബി നവാഹിഹി. ഇത്തിഖാദു വിഖായത്തി മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഒരു സംരക്ഷണത്തെ സ്വീകരിക്കലാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നമ്മളൊരു വിഖായത്തിനെ, സംരക്ഷണ കവചം അല്ലെങ്കിൽ സംരക്ഷണത്തെ സ്വീകരിക്കലാണ്. എങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടാതിരിക്കുക? അള്ളാഹുവിന്റെ ശിക്ഷക്ക് കാരണമാവുക രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അള്ളാഹു നിർബന്ധമായി ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പന ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ശിക്ഷക്ക് അർഹരാകും. രണ്ട്, അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹരാകും. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താണ്, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കൂല. അപ്പോ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ബിംതിസാലി അവാമിരി, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാം. വജ്തിനാബി നവാഹി, അള്ളാഹ് വിരോധിച്ച കാര്യം ഉപേക്ഷിക്കുക. ഇങ്ങനൊരുത്തൻ ചെയ്താൽ അയാൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞത് കാണാം. അപ്പോ അള്ളാഹും റസൂലും എന്തൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യലാണ് തഖ്വ. അള്ളാഹും റസൂലും എന്തൊരു കാര്യം വിരോധിച്ചിട്ടുണ്ടോ അത് ഉപേക്ഷിക്കലാണ് തഖ്വ. അതിന് മർച്ചബകളുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഓരോ മർച്ചബയിലും ഉള്ള ആളുകൾക്കിടയിൽ ഏറ്റവും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ ഒരാൾ അള്ളാഹുവിന്റെ വലിയാകും, അവന്റെ ജോലി എന്തുമാകട്ടെ, അവൻ മുത്തഖിയാണോ മുഅ്മിനാണോ അവൻ അള്ളാഹുവിന്റെ വലിയാണ് എന്ന പാഠം ഈ കഥയിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.